ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും രുചിയിലും തന്നെ നമുക്ക് വീട്ടിലും വാഴയ്ക്ക ബജി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഇത് നല്ല കളറുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കായപ്പൊടി. അപ്പോൾ നമുക്ക് കായപ്പൊടി ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ, ആ ഒരു അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല ഒരു അധികം ലൂസായി പോവാതെ ഇത്തിരി കട്ടിക്കൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ചായക്കടയിൽ നിന്നൊന്നും നമ്മൾ ഇതുപോലെ പഴംപൊരിയും വാഴയ്ക്ക ബജിയൊന്നും വാങ്ങിക്കാതെ നമ്മൾ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് കലക്കി എടുക്കുകയാണ്. അധികം വെള്ളം ചേർക്കാതെ നമുക്ക് കുറച്ച് വീതം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മൾ മാവിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ആ വാഴക്കയിൽ മാവ് പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഒട്ടും തന്നെ ടേസ്റ്റ് കാണില്ല. അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാൻ. അധികം കട്ടിയാവാൻ പാടില്ല, അധികം വെള്ളം ആവാനും പാടില്ല കേട്ടോ. അപ്പം മാവ് ഇവിടെ നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായിരിക്കണം മാവ് നമ്മളൊരു ദോശ മാവിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വാഴയ്ക്ക എടുത്ത് അതിൻ്റെ തൊലി ഒന്ന് കളയണം. അധികം തൊലി കളയേണ്ട, പുറത്തുള്ള ഒരു തൊലിയൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞാൽ മതി കേട്ടോ. അതിനുശേഷം ഇതിനെ കട്ടി കുറച്ചാണ് നമ്മൾ വാഴയ്ക്ക അരിഞ്ഞെടുക്കുക. നമ്മൾ വാഴയ്ക്ക ബജിക്കൊക്കെ നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കും പോലെ എടുക്കാൻ പാടില്ല. ഇതുപോലെ നല്ല നൈസായിട്ട് വേണം വാഴയ്ക്ക കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ വാഴയ്ക്ക എല്ലാം ചെറുതായിട്ട് നല്ല കട്ടി കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്ന് വിധം നമുക്ക് മാവിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാവൂ. അതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചാണ് അതിനെ വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് വാഴയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ബബിൾസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ കുറച്ച് വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചു വിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ വാഴയ്ക്ക ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. നല്ലതുപോലെ എണ്ണ ഒന്ന് ഊറ്റിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വാഴയ്ക്ക ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ വാഴയ്ക്കയും ഇവിടെ ബജിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വാഴയ്ക്ക ബജിയാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് കഴിച്ചു നോക്കിയാലോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വാഴയ്ക്ക ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട സുനിത കിച്ചൻ ബ്ലോഗിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.